ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ യേശുക്രിസ്തുവിൻ്റെ കൃപയും ആശ്വാസദായകനായ പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും ശാലോം പ്രേക്ഷകരായ നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സ്നേഹമുള്ളവരെ, വചനം ശ്രവിച്ച് ഈ ശുശ്രൂഷയിൽ നമുക്ക് പങ്കുകാരാകാം. മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായം 36-ഉം 37-ഉം തിരുവചനം. ഞാൻ നിങ്ങളോട് പറയുന്നു, മനുഷ്യർ പറയുന്ന ഓരോ വ്യർത്ഥവാക്കിനും വിധി ദിവസത്തിൽ കണക്ക് കൊടുക്കേണ്ടി വരും. നിൻ്റെ വാക്കുകളാൽ നീ നീതീകരിക്കപ്പെടും, നിൻ്റെ വാക്കുകളാൽ നീ കുറ്റം വിധിക്കപ്പെടുകയും ചെയ്യും. സ്നേഹമുള്ളവരെ, ഈ വചനഭാഗം പഠിപ്പിക്കുന്ന ഒരു വലിയൊരു യാഥാർത്ഥ്യമുണ്ട്. അറിയാവുന്ന കാര്യങ്ങൾ മാത്രമേ നമ്മൾ സംസാരിക്കാൻ പാടുള്ളൂ. ശരിയായിട്ടുള്ളത് തിരിച്ചറിയാതെ, യാഥാർത്ഥ്യബോധമില്ലാതെ കേട്ടുകേൾവി വച്ച് നമ്മൾ സംസാരിക്കുന്നത് ഒരു പരദൂഷണത്തിൻ്റെ തലത്തിലെത്തിക്കഴിഞ്ഞാൽ അന്ത്യനാളിൽ കർത്താവ് നമ്മളോട് കണക്ക് ചോദിക്കും. 2 വീട്ടുകാർ വളരെ ഐക്യത്തിലും സ്നേഹത്തിലുമായിരുന്നു. അവർ പരസ്പരം എപ്പോഴും ആഘോഷങ്ങളിൽ ഒരുമിച്ച് കൂടും, സംസാരിക്കും. ആ ഒരു വീട്ടിൽ എന്ത് ഫംഗ്ഷൻ ഉണ്ടെങ്കിലും ഈ വീട്ടുകാരെ പ്രത്യേകമായിട്ട് വിളിക്കും. അതുപോലെ തന്നെ മറ്റ് വീട്ടിലും ഏതെങ്കിലുമൊക്കെ ഒരു സന്തോഷം വരുന്ന ആഘോഷങ്ങളുണ്ടെങ്കിൽ ഇവിടെയുള്ള വീട്ടുകാരെയും വിളിക്കും. ഇങ്ങനെ 2 കുടുംബങ്ങൾ വളരെ ഐക്യത്തിലായിരുന്നു. കൂട്ടുകാരായിരുന്നു, ഒരുമിച്ച് പഠിച്ച് വളർന്നു, അത് കഴിഞ്ഞ് വിവാഹം കഴിച്ചു. എന്നിട്ടും ഈ ബന്ധം ഐക്യത്തിൽ അവർ കൊണ്ടുപോകുവാനായിട്ട് ആഗ്രഹിച്ചു. അങ്ങനെ അവർ വളരെ നല്ല കുടുംബങ്ങളായിട്ട് ഒരുമിച്ച് പോവുകയാണ്. അപ്പോൾ ഈ കുടുംബം ഇവർ പരസ്പരം വളരെ സഹോദരങ്ങളെക്കാൾ ഉപരിയായിട്ട് വലിയ സ്നേഹത്തിൽ ഒരുമിച്ച് പോകുന്നതും കാണുന്നതും ഒക്കെ കണ്ടപ്പോൾ ഒരു കുടുംബത്തിന് വളരെ വല്ലാത്ത ഒരു അസൂയ ഉണരാനായിട്ട് തുടങ്ങി. ഇവരുടെ ആ സ്നേഹവും ഇവരുടെ ഐക്യവും ഒക്കെ അതുപോലെ തങ്ങൾക്കും കിട്ടുന്നില്ലല്ലോ എന്ന് കരുതി അവർ ഒരു കുടുംബത്തോട് മറ്റു കുടുംബത്തെക്കുറിച്ചുള്ള തെറ്റായ ചില കാര്യങ്ങൾ പറയാനായിട്ട് തുടങ്ങി. നിങ്ങളുടെ കുടുംബത്തെ നിങ്ങൾ വിചാരിക്കുന്ന ആൾക്കാരല്ല, നിങ്ങളെക്കുറിച്ച് വളരെ മോശമായിട്ടാണ് അവർ എന്നോട് സംസാരിച്ചത്. ഇതൊക്കെ ഒരു കുടുംബത്തോട് ആ വ്യക്തി പറയാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ സ്നേഹത്തിലായിരുന്നവർ അവർ മനസ്സുകൊണ്ട് അകലാൻ തുടങ്ങി. പിന്നെ ഫംഗ്ഷനൊക്കെ വരുമ്പോൾ വിളിക്കാത്ത അവസ്ഥയായി. അവർ പരസ്പരം അകലാൻ തുടങ്ങി. അകന്ന് ഒരു വഴക്കിൻ്റെ ഘട്ടത്തിലെത്തിയപ്പോഴാണ് അവർ പരസ്പരം എന്താണ് സംഭവിച്ചത് എന്നറിയുവാനായിട്ട് ഒരുമിച്ച് അവർ പരസ്പരം ഹൃദയം തുറന്ന് സംസാരിക്കാൻ തുടങ്ങി. ഹൃദയം തുറന്ന് സംസാരിക്കാനായിട്ട് തുടങ്ങിയപ്പോൾ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച, ഇവരെ അകറ്റുവാൻ ശ്രമിച്ച, പരദൂഷണം പറഞ്ഞ ആ വ്യക്തിയുടെ ആ യാഥാർത്ഥ്യം ഈ കുടുംബങ്ങൾ 2 പേരും തിരിച്ചറിഞ്ഞു. അവർ പിന്നെ വീണ്ടും ഐക്യത്തിൽ വരാനായിട്ട് ഇടയായി. പ്രിയമുള്ളവരെ, മറ്റുള്ളവരോടുള്ള അസൂയ കൊണ്ട് നമ്മൾ പറയുന്ന വാക്കുകൾ അന്ത്യനാളിൽ ദൈവത്തിൻ്റെ മുമ്പിൽ കണക്ക് കൊടുക്കേണ്ടി വരുമെന്ന് നമ്മൾ പലപ്പോഴും അറിയാറില്ല. ഒരാളുടെ വളർച്ചയെ, ഒരാളുടെ നന്മയെ തല്ലിക്കെടുത്തുന്ന സംസാരം നമ്മുടെ അധരങ്ങളിൽ നിന്ന് വരുമ്പോൾ ഓർത്തുകൊള്ളണം, അതൊരു പരദൂഷണമാണ്. അതോടൊപ്പം തന്നെ മറ്റുള്ളവരുടെ കുറവുകൾ, കുറ്റങ്ങൾ കാണുകയോ കേൾക്കുകയോ ഇടയായാൽ ആ വ്യക്തിയോട് നേരിട്ട് സംസാരിച്ച് ആദ്യം അത് ക്ലിയർ ചെയ്യാതെ, അതിൻ്റെ യാഥാർത്ഥ്യം അറിയാതെ നമ്മളത് വേറെ മറ്റുള്ള സ്ഥലങ്ങളിൽ, മറ്റുള്ള ഇടങ്ങളിൽ അത് പറഞ്ഞു നടക്കുമ്പോൾ അതും പരദൂഷണമാണ്. അപ്പോൾ പരദൂഷണം ഇന്ന് സമൂഹത്തിൽ ഒരു കാർന്നു തിന്നുന്ന ഒരു വിഷമായിട്ട് ഇന്ന് മാറിക്കൊണ്ടിരിക്കുകയാണ്. ബന്ധങ്ങളെ, കുടുംബങ്ങളെ, വ്യക്തിബന്ധങ്ങളിലൊക്കെ തകർച്ചയ്ക്ക് ഈ പരദൂഷണം കാരണമാകുന്നുണ്ട്. യാക്കോബ് ശ്ലീഹയുടെ ലേഖനത്തിൽ 3-ാം അധ്യായത്തിൽ പറയുന്നുണ്ട് നാവിനെക്കുറിച്ച്. കാരണം നാവ് ഒരു ചെറിയ അവയവമാണ്, പക്ഷേ ഇതിനെ നിയന്ത്രിക്കുവാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ഈ നാവ് കൊണ്ട് പറയുന്ന വാക്കുകൾ പലപ്പോഴും പലരെയും മുറിപ്പെടുത്തുന്നുണ്ട്, ബന്ധങ്ങളെ തകർത്തെറിയുവാനായിട്ട് കാരണമാകുന്നുണ്ട്. പ്രഭാഷകൻ്റെ പുസ്തകം 18-ാം അധ്യായം 18-ാം തിരുവചനം ഇപ്രകാരമാണ്: തുളച്ചു കയറുന്ന വാളുപോലെ വീണ്ടു വിചാരമില്ലാതെ വാക്കുകൾ ഉപയോഗിക്കുന്നവരുണ്ട്, വിവേകിയുടെ വാക്കുകൾ മുറിവിണക്കുന്നു.
സങ്കീർത്തനം 34 സങ്കീർത്തനം 13 വാക്യം പറയുന്നത്, തിന്മയിൽ നിന്ന് നാവിനെയും വ്യാജഭാഷണത്തിൽ നിന്ന് അധരങ്ങളെയും സൂക്ഷിച്ചു കൊള്ളുവിൻ. യാക്കോബ് ശ്ലീഹ 3 അധ്യായം 2 പറയുന്നുണ്ട്, സംസാരത്തിൽ തെറ്റുവരുത്താത്ത ഏവനും പരിപൂർണനാണ്, തൻ്റെ ശരീരത്തെ മുഴുവൻ നിയന്ത്രിക്കുവാൻ അവന് കഴിയും. പ്രിയമുള്ളവരെ, പലപ്പോഴും നമുക്ക് വീഴ്ച പറ്റുന്നത് നമ്മുടെ സംസാരം കൊണ്ട് തന്നെയാണ്. കുറച്ച് സംസാരിച്ചാൽ വലിയ പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കാനായിട്ട് പറ്റും. ഒത്തിരി ഏറെ നമ്മൾ സംസാരിക്കുന്ന പുലമ്പുന്നവരായിട്ട് മാറുമ്പോൾ നമ്മുടെ സംഭാഷണങ്ങളിലൂടെ തന്നെ മറ്റു പല മേഖലകളിലും നമ്മൾ ഒരു തകർച്ചയ്ക്ക് കാരണമാകുന്നുണ്ടെന്ന് നമുക്ക് നമ്മുടെ അനുഭവങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും എല്ലാവരോടും പറഞ്ഞ് നടക്കുന്ന ഒരു വ്യക്തിത്വമാണെങ്കിൽ അത് പരദൂഷണത്തിൻ്റെ തിന്മയിൽ ആ വ്യക്തിയെ കൊണ്ടെത്തിക്കും. പ്രഭാഷകൻ പറയുന്നുണ്ട് 5 അധ്യായം 10 മുതൽ 11 വരെയുള്ള വചനങ്ങളിൽ, നീ അറിവിൽ സ്ഥൈര്യം പാലിക്കുക, നിൻ്റെ വാക്കുകളിൽ പൊരുത്തക്കേടുണ്ടാകരുത്, കേൾക്കുന്നതിൽ ജാഗരൂകതയും മറുപടി പറയുന്നതിൽ അവധാനവും കാട്ടുക. ഒരു കാര്യം കേട്ട ഉടനെ നമ്മൾ അതിനെ പ്രതികരിക്കാനായിട്ട് പാടില്ല. ഒരിക്കലും ഒരു വൈദികൻ വളരെ വിഷമത്തോടെ എൻ്റെ അടുത്ത് സംസാരിക്കുകയായിരുന്നു, അച്ഛാ ഞാനിങ്ങനെ ഈ പൈസയോടൊന്നും വലിയ ആർത്തിയില്ലാത്ത വ്യക്തിയാണ്. ശുശ്രൂഷയ്ക്കൊക്കെ പോകുമ്പോൾ ജനം തരുന്നത് മാത്രമേ ഞാൻ വാങ്ങാറുള്ളൂ, അല്ലാതെ വേറെ ഒരു പൈസ വേണമെന്നുള്ള ആഗ്രഹത്തോടെ ആർത്തിയോടെ ജീവിക്കുന്ന ഒരു വ്യക്തിയല്ല. എന്നാൽ ഈ അടുത്ത നാളുകളിൽ എന്നെ നോക്കി 2-3 പേര് പറഞ്ഞു, അച്ഛൻ ഭയങ്കര പൈസ വാങ്ങുന്ന ആളാണ്, എവിടെ പോയാലും പൈസ ചോദിച്ചു വാങ്ങും എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഞാൻ ഇന്നവരെ ആരോടും പൈസ ചോദിച്ചു വാങ്ങിയിട്ടില്ല. അപ്പോൾ കാരണം എന്താണെന്ന് അന്ന് സംസാരിച്ച വ്യക്തിയോട് അച്ഛൻ ചോദിച്ചു, എന്താണ് കാരണം? അപ്പോൾ ഈ വ്യക്തി പറയുകയാണ്, അച്ഛനെ ഒരു കുർബാനയ്ക്ക് വിളിച്ചു. അച്ഛനുമായി ബന്ധപ്പെട്ട വേറെയും വൈദികരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പരിചയമുള്ള വൈദികരെയൊക്കെ കുർബാനയ്ക്ക് വിളിച്ചു. ഇപ്പോൾ വൈദികർ ആ ശുശ്രൂഷ കഴിഞ്ഞ് പോകുമ്പോൾ അവരുടെ ആ വണ്ടിക്കൂലി കൊടുക്കാറുണ്ട്, അവരുടെ ശുശ്രൂഷയുടെ ഒരു ഉപകാരമായിട്ട് കൊടുക്കാറുണ്ട്. അപ്പോൾ 1-2 അച്ഛന്മാർക്ക് എടുത്ത് വച്ചപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞ്, കാരണം അവർക്ക് ഒത്തിരിയേറെ പൈസയും മറ്റുള്ള ഭാഗങ്ങളിൽ നിന്നൊക്കെ കിട്ടുന്നതുകൊണ്ട് അവർ പൈസ വേണ്ട എന്ന് പറഞ്ഞു. പക്ഷേ ഈ പാവപ്പെട്ട ഈ അച്ഛൻ അവർ വെച്ച പൈസ അദ്ദേഹം സ്നേഹത്തോടെ ഒരു നിർബന്ധമൊന്നും ഇല്ലാതെ തന്നെ അദ്ദേഹം വാങ്ങി പോക്കറ്റിലിട്ടു. അപ്പോൾ ഇത് കൊടുത്ത വ്യക്തി, ഈ പൈസ കൊടുത്ത വ്യക്തി വേറൊരു കൂട്ടുകാരനോട് പറയുകയാണ്, മറ്റച്ഛന്മാരോട് പൈസ വെച്ച് കഴിഞ്ഞപ്പോൾ അവർ വാങ്ങിച്ചില്ല, പക്ഷേ ഈ അച്ഛൻ പൈസ വാങ്ങിച്ചു. ഈ അച്ഛൻ ഭയങ്കര പൈസയോട് ആർത്തിയുള്ളൊരു അച്ഛനാണെന്ന് തോന്നുന്നു. ഇത് കേട്ട ആൾ വന്നാണ് അച്ഛനോട് ഈ കാര്യം പറയുന്നത്. അച്ഛന് വല്ലാത്ത വിഷമമായിപ്പോയി. പ്രിയമുള്ളവരെ, ഇതുപോലുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ യഥാർത്ഥത്തിൽ ഈ വൈദികൻ ഒരിക്കലും പൈസ അവരോട് ചോദിച്ചിട്ടില്ല, പൈസ കിട്ടിയില്ലെങ്കിൽ ഞാൻ പോകില്ല, അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല. ഇവർ ശുശ്രൂഷയ്ക്ക് വിളിച്ചു കൊണ്ടുപോയി, അത് കഴിഞ്ഞതിന് ശേഷം അച്ഛന് കൊടുക്കേണ്ട പൈസ, ഓരോ അച്ഛന്മാർക്ക് കൊടുക്കാനായിട്ടുള്ള പൈസ ആ വ്യക്തിയുടെ കയ്യിലുണ്ടായിരുന്നു. ഈ വ്യക്തി 1-2 പേർക്ക് കൊടുത്തതിന് ശേഷം കൊടുക്കാനായിട്ട് പോയപ്പോൾ അവർ വേണ്ട എന്ന് പറഞ്ഞു. പക്ഷേ ഈ വൈദികന് കൊടുത്തപ്പോൾ ഇദ്ദേഹം വാങ്ങി. പക്ഷെ അതൊരു പോസിറ്റീവായിട്ട് കാണാതെ അത് കൊടുത്തതിന് ശേഷം അതിനെക്കുറിച്ച് കുറ്റപ്പെടുത്തുന്ന രീതിയിൽ സമൂഹത്തിൽ മറ്റുള്ളവരോട് പറയുന്ന ഒരു ജീവിത രീതി ഈ മനുഷ്യൻ നിലപാടെടുത്തു. അത് പരദൂഷണമായിട്ട് മാറി. പിന്നെ ഈ വൈദികനെക്കുറിച്ച് ചിലരൊക്കെ തെറ്റിദ്ധരിക്കാൻ തുടങ്ങി, പൈസയ്ക്ക് വേണ്ടി ഓടുന്ന വ്യക്തിയാണെന്നുള്ള മനോഭാവം. പ്രിയമുള്ളവരെ, നമ്മൾ പറയുന്ന ഓരോ ചെറിയ വാക്കുകൾ മറ്റുള്ളവരുടെ വ്യക്തിത്വത്തെ ഇടിച്ച് തകർക്കുവാനായിട്ട് കാരണമാകുന്നുവെങ്കിൽ അതിനെ നമ്മൾ ഉപേക്ഷിക്കുവാനായിട്ട് കഴിയണം. ഏതെങ്കിലുമൊക്കെ ഒരു സംഭവം കേൾക്കുവാനോ അല്ലെങ്കിൽ നമുക്ക് ഒരു കുറവ് കാണാനോ ഇടയായാൽ അതുമായി ബന്ധപ്പെട്ട വ്യക്തിയോട് തന്നെ സ്നേഹത്തോടെ അത് തിരുത്തുവാനായിട്ട് ആവശ്യപ്പെടുക, അല്ലെങ്കിൽ അത് അങ്ങനെയുള്ള സംഭവമുണ്ടോ എന്ന് ആ വ്യക്തിയോട് തന്നെ സ്നേഹത്തോടെ ചോദിക്കാനായിട്ടുള്ള മനക്കരുത്താണ് ഇന്ന് ഈ കാലഘട്ടത്തിന് ആവശ്യം. അതില്ലാത്ത വ്യക്തി, ഭീരുത്വമുള്ള വ്യക്തിയാണ് പരദൂഷണം പറഞ്ഞ് നടക്കുക. കാരണം നേരിട്ട് സംസാരിച്ച് അത് ശരിയാക്കി മാറ്റാതെ മറ്റുള്ളവരോട് പറഞ്ഞ് നടക്കുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ പരദൂഷണം പറയുകയാണ്. ഒരു വ്യക്തിയുമായിട്ടൊരു പ്രശ്നമുണ്ടാകാം. അപ്പോൾ ഈ പ്രശ്നത്തെ നമ്മൾ ആ പ്രശ്നം പരിഹരിക്കാതെ നമ്മുടെ ഭാഗം ന്യായീകരിക്കുവാനായിട്ട് ആ വ്യക്തിയെക്കുറിച്ച് മറ്റുള്ളവരോടൊക്കെ കുറ്റപ്പെടുത്തുന്ന പരദൂഷണം പറയുന്ന വാക്കുകൾ പറയുമ്പോൾ ഓർത്തുകൊള്ളണം, നമ്മൾ യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ മനസ്സിനെ വേദനിപ്പിക്കുന്നുണ്ട്, മുറിപ്പെടുത്തുന്നുണ്ട്. ലേവ്യരുടെ പുസ്തകത്തിലെ 19 അധ്യായം 16 തിരുവചനത്തിൽ മനോഹരമായിട്ട് ദൈവം പറയുന്ന ഒരു കൽപ്പനയാണ്, ഏഷണി പറഞ്ഞ് നടക്കുകയോ അയൽക്കാരൻ്റെ ജീവനെ അപകടത്തിലാക്കുകയോ അരുത്, ഞാനാണ് കർത്താവ്.
നമ്മൾ പറയുന്ന വാക്കുകൾ ഒരു വ്യക്തിയുടെ വ്യക്തിത്വത്തെ, ഒരു വ്യക്തിയുടെ വളർച്ചയെ, ഒരു വ്യക്തിയുടെ നന്മയെ തല്ലിക്കെടുത്തുവാൻ കാരണമാകുന്നതാണെങ്കിൽ ഓർത്തുകൊള്ളണം, അത് പരദൂഷണമാണ്. അത് കർത്താവ് വലിയ വിധി കൽപ്പിക്കും. കാരണം അവിടെ നിന്ന് പറയുന്നുണ്ട്, നിൻ്റെ വാക്കുകളാൽ നീ നീതീകരിക്കപ്പെടും, നിൻ്റെ വാക്കുകളാൽ നീ കുറ്റം വിധിക്കപ്പെടും. നീ പറയുന്ന വാക്കുകൾ മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന, മുറിപ്പെടുത്തുന്ന, പരദൂഷണത്തിന് സമാനമായ വാക്കുകളാണെങ്കിൽ നമ്മൾ ഈ തിന്മയെ ഉപേക്ഷിക്കാനായിട്ട് തയ്യാറാകണം. പ്രഭാഷകൻ 15-ാം അധ്യായം 1-ാം വാക്യത്തിൽ പറയുക, സൗമ്യമായ മറുപടി ക്രോധം ശമിപ്പിക്കുന്നു, പരുഷമായ വാക്ക് കോപം ഇളക്കി വിടുന്നു. നമ്മൾ പരുഷമായ വാക്കുകളാണെങ്കിൽ നമ്മുടെ വാക്കുകളെ ഒന്ന് നിയന്ത്രിക്കുവാനായിട്ട് കഴിയണം. പ്രഭാഷകൻ 21-ാം അധ്യായത്തിൽ 23-ാം വാക്കിൽ പറയുക, സ്വന്തം അധരങ്ങളെയും നാവിനെയും നിയന്ത്രിക്കുന്നവൻ ഉപദ്രവങ്ങളിൽ നിന്ന് രക്ഷപ്പെടും. സ്വന്തം അധരങ്ങളെയും നാവിനെയും നിയന്ത്രിക്കുന്നവൻ ഉപദ്രവങ്ങളിൽ നിന്ന് രക്ഷപ്പെടും. എഫേസുസാർക്ക് എഴുതിയ ലേഖനത്തിലെ 4-ാം അധ്യായം 29-ൽ പറയുകയാണ്, നിങ്ങളുടെ അധരങ്ങളിൽ നിന്ന് തിന്മയുടെ വാക്കുകൾ പുറപ്പെടാതിരിക്കട്ടെ, കേൾവിക്കാർക്ക് ആത്മീയ ചൈതന്യം പ്രദാനം ചെയ്യുന്നതിനായി അവയുടെ ഉന്നതിക്കുതകും വിധം നല്ല കാര്യങ്ങൾ സന്ദർഭമനുസരിച്ച് സംസാരിക്കുവിൻ. നമ്മൾ ഓരോ ദിവസവും വ്യത്യസ്തങ്ങളായ മേഖലകളിലൂടെ നമ്മൾ കടന്നു പോവുകയും സംസാരിക്കുകയും ചെയ്യുന്നവരാണ്. ആത്മീയമായ ചൈതന്യം പ്രദാനം ചെയ്യുന്ന വാക്കുകൾ ആയിരിക്കണം, സംസാരമായിരിക്കണം നമ്മുടേത്. മറ്റുള്ളവരുടെ ഉന്നതിക്ക് ഉപകരിക്കുന്ന സംസാരമായിരിക്കണം നമ്മുടെ അധരങ്ങളിൽ നിന്ന് വരേണ്ടത്. യാക്കോബ് ശ്ലീഹ 1-ാം അധ്യായത്തിൽ 26-ാം തിരുവചനത്തിൽ പറയുകയാണ്, താൻ ദൈവഭക്തനാണെന്ന് ഒരുവൻ വിചാരിക്കുകയും തൻ്റെ നാവിനെ നിയന്ത്രിക്കാതെ ഹൃദയത്തെ വഞ്ചിക്കുകയും ചെയ്താൽ തൻ്റെ ഭക്തി വ്യർത്ഥമത്രേ. ഓരോ ദിവസവും നമ്മൾ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാൻ പോകുമ്പോൾ, പ്രാർത്ഥനാ കൂട്ടായ്മകളിൽ പങ്കെടുക്കാൻ പോകുമ്പോൾ, കുടുംബ കൂട്ടായ്മകളിലൊക്കെ പങ്കെടുക്കാൻ പോകുമ്പോൾ നമ്മൾ ഒത്തിരി കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. നമ്മൾ പലപ്പോഴും ഈ സംസാരത്തെ ഒന്ന് ശ്രദ്ധിക്കാറില്ല. നമ്മൾ പറയുന്ന ഒരു വാക്ക്, ആ വാക്ക് മറ്റുള്ള വ്യക്തികളെ തകർക്കുന്നതാണെങ്കിൽ, അവരുടെ കുറവുകൾ പറഞ്ഞ് അവരുടെ വളർച്ചയെ തടസ്സപ്പെടുത്തുന്നതാണെങ്കിൽ അത് പരദൂഷണമാണെന്ന് തിരിച്ചറിഞ്ഞ് അത്തരത്തിലുള്ള വാക്കുകൾ സംസാരിക്കാതിരിക്കുക. അത്തരത്തിലുള്ള സംസാരങ്ങളിൽ നമ്മൾ ഇടപെടാതിരിക്കുക. സങ്കീർത്തനം 15-ാം സങ്കീർത്തനം 1-ാം വാക്യം ഇപ്രകാരമാണ്, കർത്താവേ, അങ്ങയുടെ കൂടാരത്തിൽ ആര് വസിക്കും? അങ്ങയുടെ വിശുദ്ധഗിരിയിൽ ആര് വാസമുറപ്പിക്കും? വചനം പഠിപ്പിക്കുന്നു, തുടർന്ന് പരദൂഷണം പറയുകയോ സ്നേഹിതനെ ദ്രോഹിക്കുകയോ അയൽക്കാരനെതിരെ അപവാദം പരത്തുകയോ ചെയ്യാത്തവൻ. അനുദിന ജീവിതത്തിൽ പരദൂഷണം പറഞ്ഞ് സ്നേഹിതനെ ദ്രോഹിക്കുന്ന വ്യക്തിയാണോ? അയൽക്കാരനെതിരെ അപവാദം പറഞ്ഞ് അവൻ്റെ നന്മയെ മറ്റുള്ളവരുടെ മുമ്പിൽ തകർക്കുന്ന വ്യക്തിയാണെങ്കിൽ നമ്മളത് തിരുത്തുവാനായിട്ട് കഴിയണം. തീത്തോസിന് എഴുതിയ ലേഖനത്തിൽ 3-ാം അധ്യായം 2-ാം തിരുവചനം ഇപ്രകാരമാണ്, ആരെയും പറ്റി തിന്മ പറയാതിരിക്കുവാനും കലഹങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുവാനും സൗമ്യരായിരിക്കുവാനും എല്ലാ മനുഷ്യരോടും തികഞ്ഞ മര്യാദ പ്രകടിപ്പിക്കുവാനും നീ അവരെ ഉദ്ബോധിപ്പിക്കുക. പൗലോസ് അപ്പോസ്തലൻ തീത്തോസിനോട് പറയുന്നതാണ്. കാരണം നിൻ്റെ ശുശ്രൂഷാ മേഖലകളിൽ, കൂട്ടായ്മകളിൽ വളരെ ആധികാരികമായിട്ട് പഠിപ്പിക്കേണ്ട ഒരു യാഥാർത്ഥ്യമാണ് ആരെയും പറ്റി തിന്മ പറയാതിരിക്കുക. ഏതെങ്കിലുമൊക്കെ കുറവുകൾ, കുറ്റങ്ങൾ കാണുകയാണെങ്കിൽ അത് ദൈവസന്നിധിയിൽ സമർപ്പിച്ച് ആ വ്യക്തിയെ നേടാൻ വേണ്ടി നമ്മൾ ത്യാഗം സഹിച്ച് ഉപവസിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ വ്യക്തിയെ നേടാൻ പറ്റും. അതിന് അത് ചെയ്യാതെ അതിന് വിരുദ്ധമായിട്ട് ഏതെങ്കിലും ഒരു തിന്മ കാണുകയോ കേൾക്കുകയോ ചെയ്താൽ അത് മറ്റുള്ളവരോട് പറയുമ്പോൾ യഥാർത്ഥത്തിൽ കേൾക്കുന്ന വ്യക്തി അതിനേക്കാൾ മോശമായിട്ട് മറ്റുള്ളവരോട് പറയുന്ന നമ്മൾ പരദൂഷണത്തിന് അടിമപ്പെട്ട് ദൈവത്തിൻ്റെ അനുഗ്രഹത്തിന് തടസ്സം സൃഷ്ടിക്കുന്ന തലത്തിൽ നമ്മളും വീണുപോകും. ഈ പിശാചിനെക്കുറിച്ച് പറയുക, അവൻ നുണയനും നുണയൻ്റെ പിതാവുമെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ പറയുന്ന വാക്കുകൾ ആരെ പറ്റിയും തിന്മ നിരൂപിക്കാത്ത വാക്കുകളായിരിക്കണം നമ്മൾ പറയേണ്ടത്. ഒരു കുറവുകൾ, കുറ്റങ്ങൾ, എപ്പോഴും കലഹങ്ങൾ വർദ്ധിപ്പിക്കുവാനായിട്ട് കാരണം എന്താണ്? ഈ പരദൂഷണം തന്നെയാണ്. നമ്മൾ പറയുന്ന ഒരു വാക്ക് മതി മറ്റു ബന്ധങ്ങളെ ശിഥിലമാക്കാനും ഐക്യപ്പെട്ട് നിന്നവരെ അകറ്റുവാനുമൊക്കെ ഈ പരദൂഷണത്തിൻ്റെ വാക്കുകൾ മതി. പത്രോസ് ശ്ലീഹ 1-ാം ലേഖനത്തിലെ 3-ാം അധ്യായം 10 പറയുന്നുണ്ട്, ജീവിതത്തെ സ്നേഹിക്കുകയും നല്ല ദിനങ്ങൾ കാണാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നവൻ തിന്മയിൽ നിന്ന് തൻ്റെ നാവിനെയും വ്യാജം പറയുന്നതിൽ നിന്ന് തൻ്റെ അധരത്തെയും നിയന്ത്രിക്കട്ടെ. നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നതാണ്, നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതത്തെ സ്നേഹിക്കുന്നവരാണ്, നല്ല ദിനങ്ങൾ കാണാനായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നവരാണ്. പക്ഷെ അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ
നമ്മൾ നല്ല ദിനങ്ങൾ നമ്മുടെ ജീവിതത്തെ സ്നേഹിക്കുകയും നല്ല ദിനങ്ങൾ നമ്മൾ ആഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ തിന്മയെ, പരദൂഷണമെന്ന തിന്മയെ നമ്മൾ മാറ്റി നിർത്താനായിട്ട് കഴിയണം. നമ്മൾ സംഖ്യയുടെ പുസ്തകത്തിൽ പരദൂഷണം പറഞ്ഞ് കുഷ്ഠരോഗിയായിട്ട് മാറിയ മിരിയാമിനെക്കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. മിരിയാം മോശയ്ക്കെതിരെ പരദൂഷണം പറയാനായിട്ട് തുടങ്ങി. കാരണം എന്താണ്? മോശ ദൈവത്തിൻ്റെ വെളിപാടുകൾ ദൈവസന്നിധിയിൽ നിന്ന് സ്വീകരിച്ച് അത് ഇസ്രായേൽ ജനത്തോട് പറയുമ്പോൾ ഇസ്രായേൽ ജനം മുഴുവനും മോശയോട് വലിയ ആദരവും ബഹുമാനവും സ്നേഹവും ഒക്കെ പ്രകടിപ്പിക്കാനായിട്ട് തുടങ്ങി. അപ്പോൾ ഇത് മിരിയാമിന് അത് ഉൾക്കൊള്ളാനായിട്ട് കഴിയില്ല. തങ്ങളുടെ കൂടെയുള്ള ഈ മോശയെ ഇത്രയും ജനം വളരെ ആദരവോടെ സ്നേഹത്തോടെയൊക്കെ കാണുന്നത് കണ്ടപ്പോൾ മിരിയാമിൻ്റെ ഉള്ളിൽ വല്ലാത്ത അസ്വസ്ഥത. ഇത് പാടില്ല, ഇത് ശരിയല്ലല്ലോ എന്ന് പറഞ്ഞ് ഈ മിരിയാം മോശയ്ക്കെതിരെ കുറ്റം പറയാനായിട്ട് തുടങ്ങി. ജനങ്ങളുടെ ഇടയിൽ ചെന്നിട്ട് പറഞ്ഞു, ദൈവം മോശയോട് മാത്രമല്ലല്ലോ സംസാരിച്ചിട്ടുള്ളത്, ഞങ്ങളോടും സംസാരിച്ചിട്ടില്ലേ? ദൈവം മോശയോട് മാത്രമാണോ സംസാരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് മോശയുടെ ആ ഒരു ചൈതന്യത്തെ കുറ്റപ്പെടുത്തുന്ന രീതിയിൽ ഈ മിരിയാം സംസാരിച്ചു. എന്താണ് സംഭവിച്ചത്? പിന്നെ അധികം താമസിക്കുന്നതിന് മുമ്പ് തന്നെ മിരിയാം കുഷ്ഠരോഗിയായിട്ട് മാറുകയാണ്. കുഷ്ഠരോഗിയായിട്ട് മാറിയ മിരിയാം അവളുടെ തെറ്റിനെ തിരിച്ചറിയുകയാണ്. തൻ്റെ ഈ പരദൂഷണം, തൻ്റെ കുറ്റപ്പെടുത്തുന്ന വാക്കുകൾ, മോശയ്ക്കെതിരെ പറഞ്ഞ ഈ കുറ്റപ്പെടുത്തുന്ന വാക്കുകളാണ് തന്നെ രോഗിയാക്കി മാറ്റിയതെന്ന് മിരിയാം തിരിച്ചറിയുമ്പോൾ കർത്തൃസന്നിധിയിൽ മോശയുടെ മുമ്പിൽ മോശയോട് ആവശ്യപ്പെടുകയാണ്, മാപ്പ് ചോദിച്ച് പറയുകയാണ്, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. മോശ ദൈവസന്നിധിയിൽ മിരിയാമിന് വേണ്ടി പ്രാർത്ഥിച്ച് ആ രോഗത്തിൽ നിന്ന് അവളെ സൗഖ്യപ്പെടുത്തുകയാണ്. ഇന്ന് പലരും രോഗികളായിട്ട് മാറാനായിട്ടുള്ള ഒരു കാരണം സംസാരമാണ്. ഈ പരദൂഷണം പറയുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മുടെ ശരീരത്തിൽ പലതരത്തിലുള്ള രോഗങ്ങൾ നമ്മൾ പിടിച്ചു വാങ്ങുകയാണ്. മറ്റുള്ളവരുടെ കുറവുകൾ, കുറ്റങ്ങൾ ഇങ്ങനെ വാതോരാതെ സംസാരിച്ച് നടക്കുമ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ പലതരത്തിൽ രോഗികളായിട്ട് മാറാനായിട്ട് സാധ്യതയുണ്ട്. തെറ്റായ നിഷേധാത്മകമായ വാക്കുകളാണ് എപ്പോഴും അതരങ്ങളിൽ നിന്ന് പുറത്ത് വരുന്നുണ്ടെങ്കിൽ അത് നമ്മളെ അശുദ്ധരാക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. വചനം പറയുന്നില്ലേ, പുറമേ നിന്ന് വരുന്നതല്ല ഒരുവനെ അശുദ്ധനാക്കുന്നത്, പുറമേ നിന്ന് വരുന്നതല്ല ഒരുവനെ തകർക്കുന്നത്, അവൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നതാണ്. ഉള്ളിൽ നിന്ന്, നാവിൽ നിന്ന് നമ്മൾ പറയുന്ന വാക്കുകൾ നമ്മളെ തന്നെ അശുദ്ധിയിലും രോഗാവസ്ഥയിലും തകർച്ചകളിലും കൊണ്ടെത്തിക്കുമെന്ന് തിരിച്ചറിഞ്ഞ് ഈ തിന്മയെ ഉപേക്ഷിക്കുവാനായിട്ട് നമുക്ക് കഴിയണം. കാരണം നമ്മൾ ഓരോരുത്തരും ജീവിതത്തെ സ്നേഹിക്കുന്നവരാണ്. അതുകൊണ്ട് ഈ ദിനത്തിൽ നമ്മുടെ വാക്കുകളിൽ നമ്മൾ പൊരുത്തക്കേടുണ്ടാകാത്ത വിധം നമ്മുടെ വാക്കുകളെ നിയന്ത്രിക്കുവാനും വാക്കുകളിൽ മിതത്വം പാലിക്കുവാനും നമുക്ക് കഴിയണം. എങ്ങനെ നമ്മുടെ നാവിനെ ഒന്ന് നേരായ രീതിയിൽ നിലനിർത്താനായിട്ട് സാധിക്കും എന്ന് ചോദിക്കുമ്പോൾ 3 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയാണെങ്കിൽ നമ്മുടെ സംസാരത്തെ ഒന്ന് ക്രമപ്പെടുത്താനായിട്ട് സാധിക്കും, നമ്മുടെ നാവിനെ ഒന്ന് ക്രമപ്പെടുത്താനായിട്ട് സാധിക്കും. ഒന്നാമത്, ദൈവത്തിൻ്റെ ശക്തിയിൽ നമ്മൾ ആശ്രയിക്കണം. ദൈവശക്തിയിൽ ആശ്രയിക്കുക. നമ്മുടെ കഴിവ് കൊണ്ട് ഒരിക്കലും നമ്മുടെ നാവിനെ നിയന്ത്രിക്കാനായിട്ട് പറ്റുകയില്ല. യാക്കോബ് ശ്ലീഹ തന്നെ പറയുന്നുണ്ട്, 3-ാം അധ്യായം 8-ാം തിരുവചനത്തിൽ പറയുന്നുണ്ട്, എന്നാൽ ഒരു മനുഷ്യനും നാവിനെ നിയന്ത്രിക്കുവാൻ സാധിക്കുകയില്ല, അത് അനിയന്ത്രിതമായ തിന്മയും മാരകമായ വിഷവുമാണ്. ഈ നാവെന്ന് പറയുന്നത് നമ്മൾ ആഗ്രഹിക്കാതെ, പലരും പറയും, അച്ഛാ ഞാൻ അറിയാതെ പറഞ്ഞുപോയി, ഞാനത് സംസാരിക്കാനായിട്ട് ആഗ്രഹിച്ചതല്ല, പക്ഷെ അറിയാതെ പറഞ്ഞുപോയി. കാരണം ഈ നാവിൻ്റെ തുമ്പത്തുനിന്ന് പുറത്ത് വീണ് കഴിഞ്ഞാൽ പിന്നെ അത് തിരിച്ചെടുക്കാനായിട്ട് പറ്റുകയില്ല. ഫിലിപ്പ് നേരിയുടെ അരികിൽ ഒരു കുമ്പസാരവുമായിട്ട് വന്ന ഒരു സഹോദരി, ആ കുമ്പസാരത്തിൽ ഫിലിപ്പ് നേരിക്ക് തിരിച്ചറിഞ്ഞു, ഈ സഹോദരി മറ്റുള്ളവരെക്കുറിച്ച് എപ്പോഴും പരദൂഷണം പറയുന്ന സ്ത്രീയാണ്, മറ്റുള്ളവരെക്കുറിച്ച് പരദൂഷണം പറഞ്ഞ് കുടുംബ കലഹം വരുത്തുന്ന ഒരു സ്ത്രീയാണെന്ന് ഫിലിപ്പ് നേരി തിരിച്ചറിഞ്ഞപ്പോൾ, അപ്പോൾ ഈ കുമ്പസാരത്തിലൂടെ അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഫിലിപ്പ് നേരി ഒരു ദിവസം അവർക്ക് ഒരു പ്രായശ്ചിത്തം കൊടുത്തു. ആ സഹോദരിയോട് പറഞ്ഞു, സഹോദരി, കോഴിയുടെ പൂടയുണ്ടല്ലോ, അത് കുറേ കളക്ട് ചെയ്യുക, ചെന്ന് വീട്ടിലോ അല്ലെങ്കിൽ പരിസരത്തൊക്കെയുള്ള കോഴിയുടെ പൂട, ആ തൂവലുകൾ കളക്ട് ചെയ്ത് ഒരു കൊട്ടയിലാക്കിയതിന് ശേഷം കുറച്ച് ദൂരെ അകലങ്ങളിൽ പോയിട്ട് ഇത് ഇങ്ങനെ ഇട്ടിട്ട് പോവുക, വിതറിയിടുക, എന്നിട്ട് എൻ്റെ അടുത്ത് വരിക എന്ന് പറഞ്ഞു. ഈ സഹോദരി അതുപോലെ ചെയ്തു. കോഴിയുടെ തൂവലുകളൊക്കെ എടുത്ത് നടന്നു പോകുന്ന വഴികളിൽ ഇത് ഇട്ടിട്ട് പോയി. അത് കഴിഞ്ഞിട്ട് വിശുദ്ധൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, വിശുദ്ധൻ പറഞ്ഞതുപോലെ ഞാൻ ഇത് ചെയ്തു എന്ന് പറഞ്ഞു. അപ്പോൾ ഫിലിപ്പ് നേരി പറഞ്ഞു, ഇത് ചെയ്തത് കൊള്ളാം, ഇനി അടുത്തത് ചെയ്യുക, നിങ്ങൾ ഈ പാത്രവുമായിട്ട് പോയി പുറത്ത് വിതറിയ ആ കോഴിയുടെ തൂവലുകളൊക്കെ കളക്ട് ചെയ്ത് കൊണ്ടുവരിക, അതെല്ലാം ശേഖരിച്ച് എൻ്റെ അടുത്ത് കൊണ്ടുവരിക. ഈ സഹോദരി ഈ കോഴിയുടെ തൂവലുകൾ എടുക്കാനായിട്ട് പോവുകയാണ്. പക്ഷേ
പോകുന്ന വഴികളിൽ ഈ ഇട്ട സ്ഥലങ്ങളിലൊന്നും ഇത് കാണാനായിട്ടില്ല. കാരണം ശക്തമായ കാറ്റ് വന്ന് ഇതിനെല്ലാം പറത്തിക്കൊണ്ടുപോയി. ഇത് ആ ദേശം വിട്ട് മറ്റു സ്ഥലങ്ങളിൽ കടന്നുപോയി കഴിഞ്ഞു. എന്നിട്ട് തിരിച്ചു വന്നിട്ട് ഈ സംഭവം പറയുമ്പോൾ ഫിലിപ്പ് നേരി ഈ സഹോദരിയോട് പറയുകയാണ്, ഇതുപോലെയാണ് മനുഷ്യൻ്റെ പരദൂഷണം പറയുന്ന വാക്കുകൾ. കാരണം അത് പുറത്ത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ തിരിച്ചെടുക്കാനായിട്ട് പറ്റുകയില്ല. ഇന്ന് നമ്മൾ ഒരാളെക്കുറിച്ച് കുറ്റം പറയുമ്പോൾ യഥാർത്ഥത്തിൽ ഓർത്തുകൊള്ളണം, നാളെ യഥാർത്ഥത്തിൽ നമ്മൾ പറഞ്ഞതിന് വിരുദ്ധമായിട്ട് ആ വ്യക്തിയുടെ ജീവിതത്തിൽ സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റില്ല ആ വാക്ക്. നമ്മൾ പറഞ്ഞ വാക്കിന് വിരുദ്ധമായിട്ടുള്ളതാണ് യഥാർത്ഥത്തിൽ ആ വ്യക്തിയിൽ സംഭവിച്ചതെങ്കിൽ നമ്മൾ പറഞ്ഞ വാക്കിന് പിന്നെ എന്ത് വിലയാണുള്ളത്? അതുകൊണ്ട് വാക്കുകളിൽ വൈരുദ്ധ്യമുണ്ടാകരുത്, വാക്കുകൾ അളന്ന് ഉപയോഗിക്കുക. അതുകൊണ്ട് ഒന്നാമത് നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കുക. ഫിലിപ്പിയരുടെ ലേഖനത്തിൽ 4-ാം അധ്യായം 13 പറയുന്നുണ്ട്, എന്നെ ശക്തനാക്കുന്നവനിലൂടെ എനിക്കെല്ലാം ചെയ്യാൻ പറ്റും. നമ്മുടെ ശക്തിയിൽ ആശ്രയിക്കരുത്, ദൈവത്തിൽ ആശ്രയിക്കുക. നമ്മൾ ദൈവസന്നിധിയിൽ നമ്മുടെ നാവിനെ ദൈവത്തിൻ്റെ കരങ്ങളിൽ കൊടുത്ത് ദൈവത്തിൽ ആശ്രയിച്ച് നാവിനെ നിയന്ത്രിക്കാനായിട്ട് പ്രാർത്ഥിക്കുക. രണ്ടാമത്, ഓരോ ദിവസവും നമ്മുടെ ഹൃദയത്തെയും നാവിനെയും സമർപ്പിക്കുക. സങ്കീർത്തനം 19-ാം സങ്കീർത്തനം 14 പറയുന്നുണ്ട്, എൻ്റെ അപേക്ഷയിലെയും വിമോചകനുമായ കർത്താവെ, എൻ്റെ അധരങ്ങളിലെ വാക്കുകളെ ഹൃദയത്തിലെ വിചാരങ്ങളും അങ്ങയുടെ ദൃഷ്ടിയിൽ സ്വീകാര്യമായിരിക്കട്ടെ. സങ്കീർത്തകൻ പറയുകയാണ്, പ്രാർത്ഥനയാണ്. വീണ്ടും സങ്കീർത്തകൻ 141:3 പറയുന്നു, കർത്താവെ, എൻ്റെ നാവിന് കടിഞ്ഞാണിടണമേ, എൻ്റെ അധര കവാടത്തിന് കാവലേർപ്പെടുത്തണമേ. ഓരോ ദിവസവും ഈ നമ്മുടെ ഹൃദയവും നമ്മുടെ നാവിനെയും ദൈവസന്നിധിയിൽ സമർപ്പിച്ച് നമ്മൾ ഈ പ്രാർത്ഥന ഉരുവിടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ സംഭാഷണങ്ങളിൽ, നമ്മുടെ സംസാരത്തിൽ വിശുദ്ധി നിലനിർത്താനായിട്ട് സാധിക്കും. അത് പരദൂഷണമായി, കുറ്റം പറച്ചിലായി കടന്നു പോകാത്ത വിധം ദൈവം നമ്മളെ നിയന്ത്രിക്കും. മൂന്നാമത്, ദൈവവചനം ഓരോ ദിവസവും വായിക്കുക, ധ്യാനിക്കുക, പഠിക്കുക. തിമോത്തിയോസിന് എഴുതിയ 2-ാം ലേഖനത്തിലെ 3-ാം അധ്യായം 16-17 തിരുവചനം ഇപ്രകാരമാണ്, വിശുദ്ധ ലിഖിതമെല്ലാം ദൈവനിവേശിതമാണ്. അവ പ്രബോധനത്തിനും ശാസനത്തിനും തെറ്റുതിരുത്തലിനും നീതിയിലുള്ള പരിശീലനത്തിനും ഉപകരിക്കുന്നു. ഇതുവഴി ദൈവഭക്തനായ മനുഷ്യൻ പൂർണ്ണത കൈവരുകയും എല്ലാ നല്ല പ്രവൃത്തികൾ ചെയ്യുന്നതിന് പര്യാപ്തനാവുകയും ചെയ്യുന്നു. വിശുദ്ധ ഗ്രന്ഥത്തിലെ വാക്കുകൾ, വചനങ്ങൾ നമ്മൾ ധ്യാനിച്ച് വായിച്ച് നമ്മുടെ ഹൃദയത്തിൽ കൊണ്ടു നടന്നാൽ നീതിനിഷ്ഠയുള്ള, വിശുദ്ധിയുള്ള, പൂർണ്ണതയുള്ള ഒരു ജീവിതം നയിക്കാനായിട്ട് സാധിക്കും. നാവ് പിഴയ്ക്കാത്ത വിധം നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. സങ്കീർത്തനം 119:11 വചനം ഇപ്രകാരമാണ്, അങ്ങേക്കെതിരെ പാപം ചെയ്യാതിരിക്കേണ്ടതിന് ഞാൻ അങ്ങയുടെ വചനം ഹൃദയത്തിൽ സൂക്ഷിക്കുന്നു. അപ്പോൾ ദൈവവചനം ഹൃദയത്തിൽ കൊണ്ടു നടന്നാൽ നമുക്ക് ഈ തിന്മയെ ഉപേക്ഷിക്കാനായിട്ട് സാധിക്കും. ദൈവം പറയുന്നുണ്ടല്ലേ, തിരുവചനത്തിൽ നമ്മൾ ധ്യാനിച്ച് വായിച്ചാണ്, നിങ്ങളോട് ഞാൻ പറയുന്നു, മനുഷ്യർ പറയുന്ന ഓരോ വ്യർത്ഥ വാക്കിനും വിധി ദിവസത്തിൽ കണക്ക് കൊടുക്കേണ്ടി വരും. നിൻ്റെ വാക്കുകളാൽ നീ നീതീകരിക്കപ്പെടും, നിൻ്റെ വാക്കുകളാൽ നീ കുറ്റം വിധിക്കപ്പെടും. നമ്മൾ പറയുന്ന വാക്കുകൾ മറ്റുള്ളവരെ തകർക്കുവാനും വ്യക്തിബന്ധങ്ങളിലെ ഐക്യത്തെ തല്ലിക്കെടുത്തുവാനും മറ്റുള്ളവരുടെ വളർച്ചയെ മുരടിപ്പിക്കുവാനും അവരുടെ സ്ഥാനമാനങ്ങളെ തട്ടിത്തെറിപ്പിക്കുവാനും അസൂയ പൂണ്ട് നമ്മൾ പറയുന്ന ഓരോ വാക്കുകൾക്കും അന്ത്യവിധിയിൽ ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മൾ കണക്ക് കൊടുക്കേണ്ടി വരും. നിൻ്റെ വാക്കുകളാൽ നീ വിധിക്കപ്പെടാതിരിക്കുവാൻ നന്മയുടെ വാക്കുകൾ, യാഥാർത്ഥ്യമുള്ള വാക്കുകൾ, ശരിയായിട്ടുള്ള വാക്കുകൾ അനുദിന ജീവിതത്തിൽ നമ്മുടെ സംഭാഷണങ്ങളിൽ ഉണ്ടായിരിക്കട്ടെ. കരങ്ങൾ കൂപ്പി കർത്തൃസന്നിധിയിൽ നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, ഞങ്ങൾ പലപ്പോഴും ഞങ്ങളുടെ സംഭാഷണങ്ങളിൽ, ഞങ്ങളുടെ വാക്കുകളിൽ പരദൂഷണവും കുറ്റം പറച്ചിലുകളും കടന്നു വരുന്നത് ഞങ്ങൾ ശ്രദ്ധിക്കാറില്ല. മറ്റുള്ളവരുടെ വളർച്ചയെ തടസ്സപ്പെടുത്തുവാൻ കാരണമാകുന്ന, മറ്റുള്ളവരുടെ വ്യക്തിത്വത്തെ തകർക്കുവാൻ കാരണമാകുന്ന, മറ്റുള്ളവരുടെ നന്മയെ സമൂഹമധ്യേ നശിപ്പിക്കുവാനായിട്ട് കാരണമാകുന്ന തിന്മയുടെ വാക്കുകൾ, പരദൂഷണത്തിൻ്റെ വാക്കുകൾ സംസാരിക്കാതിരിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കർത്താവേ, ഞങ്ങളുടെ നാവിന് കടിഞ്ഞാണിടണമേ, ഞങ്ങളുടെ അധര കവാടത്തിന് നീ കാവലേർപ്പെടുത്തണമേ. നന്മയായത് കാണുവാനും നന്മയായത് മാത്രം സംസാരിക്കുവാനും കുറവുകളും കുറ്റങ്ങളും തിന്മകളും കാണുമ്പോൾ, കേൾക്കുമ്പോൾ ദൈവസന്നിധിയിൽ അത് സമർപ്പിച്ച് പ്രാർത്ഥിക്കുവാനും തക്കവിധം ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ആമേൻ.